ഫോക്കസ് മോട്ടോഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് കിയ കാരൻസ് ആണ്. കിയ കാരൻസ് എന്ന് പറയുമ്പോൾ ഒരു മൾട്ടി പർപ്പസ് വെഹിക്കിളാണ്. MPV പൂർണ്ണമായിട്ട് MPV എന്ന് പറയാൻ പറ്റില്ല. ഒരു SUV-യുടെയും MPV-യുടെ ഇടയിൽ വരുന്ന ഒരു ടൈപ്പായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. ഇന്ത്യയിലെ വലിയ കുടുംബങ്ങൾ 6 സീറ്ററും 7 സീറ്ററും കോൺഫിഗറേഷനൊക്കെ ഉള്ള ഇന്ത്യയിലെ വലിയ കുടുംബങ്ങൾ ലക്ഷ്യത്തോടെ ഇറങ്ങിയ ഒരു വണ്ടിയാണ്. അപ്പോൾ കിയ കാരൻസിന്റെ വിശേഷങ്ങൾ ഹ്യുണ്ടായി എല്ലാവർക്കും ഒരു ഏട്ടനഞ്ചുമൂന്ന് പോലെ തോന്നാം. ഇന്ത്യൻ വിപണിയിൽ മത്സരിച്ച് മോഡൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കിയയുടെ 4ാമത്തെ മോഡലാണ് കാരൻസ്. ഹ്യുണ്ടായിൽ ഇതുപോലെ വരുന്ന വണ്ടിയാണ് അൽക്കസാർ, എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോ അൽക്കസാർ SUV ടൈപ്പാണ്. ഇതാകുമ്പോൾ MPV ആണ്. സ്പേഷ്യസ് ഇത് തന്നെയാണ്, കൂടുതൽ സൗകര്യമുള്ളതൊക്കെ. ഇതിന്റെ കംപ്ലീറ്റ് മാനുഫാക്ചറിങ് കാരൻസിന്റെ കംപ്ലീറ്റ് മാനുഫാക്ചറിങ് ഇന്ത്യയിലാണ് വരുന്നത്. അപ്പോൾ ഡൊമസ്റ്റിക് പിന്നെ അതുപോലെ തന്നെ ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ഒക്കെ മൊത്തം ഇന്ത്യയിൽ വരുന്ന മാനുഫാക്ചറിങ് ആകും. അപ്പോൾ കാരൻസിനെ നേരിട്ട് കാണാം. മുൻഭാഗത്ത് ഫ്രണ്ട് പ്രൊഫൈലിൽ ഒരു അടച്ചുപൂട്ടിയ ഒരു ക്രോം ടെക്സ്ചറൊക്കെ വന്നിട്ട് ഒരു അടച്ചുപൂട്ടിയ രീതി കാണുമ്പോൾ ഒരു EV വെഹിക്കിളാണ്, ഇലക്ട്രിക് വാഹനമാണോ എന്ന് എല്ലാവരും തെറ്റിദ്ധരിച്ചു പോകും. പക്ഷെ അല്ല, 2 പെട്രോൾ എഞ്ചിനും 1 ഡീസൽ എഞ്ചിനും വരുന്ന വേരിയൻസ് ആണ് ഈ വണ്ടിക്ക് ഉള്ളത്. പെട്രോൾ വേരിയൻസ് ആണ് ഇത്. ഫോക്കസ് മോട്ടോഴ്സിൽ ഇപ്പോൾ വണ്ടി വന്ന് കിടപ്പുണ്ട്. ഇപ്പോൾ വന്നതേ ഉള്ളൂ. 17 ലക്ഷം, വെറും 29,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. വേണമെങ്കിൽ പെട്ടെന്ന് വരെ കൊത്തി കൊണ്ടുപോകാം. ടൈഗർ നോസ് അടിയിലാണ് വരുന്നത്. ഗ്രില്ല് ഒരു അടച്ചുപൂട്ടിയ ശരിയാണ്, നമ്മൾ ആദ്യം പറഞ്ഞു. ആ ഒരു ടൈഗർ നോസ് തന്നെ എയർ ഡാം നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ 3D ആ ഒരു ടെക്സ്ചർ അടിയിലൊക്കെ വരുന്നത് നല്ല ഫൈൻ ക്രോം ഫിനിഷിൽ ഒരു 3D ടെക്സ്ചർ വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ക്രോം ലൈൻസ് മൊത്തത്തിൽ ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം പ്രത്യേകിച്ച് സൂപ്പർ ഉഷാറായിട്ട് നല്ലൊരു വിഷ്വൽ ട്രീറ്റ് നമുക്ക് തരുന്നുണ്ട്. അതുപോലെ 3 എലമെൻറ്റ് LED ലാംപ്സ് ആണ് വരുന്നത്. നല്ല ഡാറ്റ റണ്ണിങ് ലാംപ്സ് നല്ല മനോഹരമായിട്ട് ഇവിടെ മുതൽ അതുവരെ നേടുന്ന നല്ലൊരു ഡിസൈനിൽ സാധനം ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്ലെയിൻ മെറ്റൽസ് ആണ് വരുന്നത്. അത് കാണുമ്പോൾ നമ്മൾ പറയും ഇതൊരു EV വെഹിക്കിളാകാമെന്ന് പറയും. പക്ഷെ അല്ല, ആ ഒരു പ്ലെയിൻ മെറ്റൽസ് പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പ്ലെയിൻ മെറ്റൽസ് ആണെങ്കിൽ പോലും നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബോണറ്റിൽ അങ്ങനെ കാര്യമായ ബൾജുകളൊന്നും ഇല്ല. ഈ ഒരു മേജർ സൈഡ് ബൾജ് മാത്രമേ ഉള്ളൂ. സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത് സെക്കൻഡ് റോയിൽ ഗ്ലാസ് ഏരിയയാണ്. അപ്പാര അസാധാരണമായ ഗ്ലാസ് ഏരിയയാണ്. മറ്റു വാഹനങ്ങളൊന്നും ഇതുപോലെ കണ്ടിട്ടില്ല. ഈ ഒരു വണ്ടി ഏറെക്കുറെ ഇഷ്ടപ്പെടാനുള്ളൊരു കാരണം അതാണ്. നല്ലൊരു അത്യാവശ്യം സ്പേഷ്യസ് ആയി തോന്നും. ആ ഒരു ഭാഗം മുതൽ ബാക്കിലോട്ട് നോക്കുമ്പോൾ നമുക്കതിൻ്റെ സ്പേഷ്യസ് മനസ്സിലാവും. 16 ഇഞ്ച് ടയേഴ്സാണ് വരുന്നത്. അലോയ് വീൽസൊക്കെ നല്ല സ്റ്റൈലിഷാണ്. ഹാൻഡിലുകൾ ക്രോം ഫിനിഷിലാണ് വരുന്നത്. അതുപോലെ താഴെ അലൂമിനിയം ഫിനിഷ് ഒരു ലൈൻ വരുന്നുണ്ട്. ബാക്കിലേക്ക് അങ്ങനെ വരുന്ന പിന്നെ റൂഫ് റെയിൽ അതും അലൂമിനിയം ഫിനിഷിലാണ് വരുന്നത്. പിന്നെ ക്വാർട്ടർ ഗ്ലാസ് മുന്നേ നമ്മൾ പറഞ്ഞതിൻ്റെ സ്പേഷ്യസ് ഇതിൻ്റെ മെയിൻ ഫീച്ചറാണ്. അപ്പോൾ ക്വാർട്ടർ ഗ്ലാസ് ഒക്കെ നല്ല വിസ്താരത്തിൽ തന്നെ ഉണ്ട്. ബാക്ക് പ്രൊഫൈലിൽ അക്രോഡ് LED ഡൈലാംസ് ആണ് വരുന്നത്. LED ഇങ്ങനെ ഒരു കണക്ഷൻ ഒരൊറ്റ യൂണിറ്റ് ആയിട്ട് തോന്നുന്ന രീതിയിൽ ചെറിയൊരു കണക്ഷൻ ഉണ്ട്. നല്ല സ്റ്റൈലിഷാണ്. പുതിയ വണ്ടികളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ വലിയ മെറ്റൽ പാനൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ബാക്കിലൊക്കെ. എങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരാകത്തുക കാണുമ്പോൾ നല്ലൊരു പ്രീമിയം ഫീൽ നമുക്ക് കിട്ടും. പിന്നെ 3D പാറ്റേൺ കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിൻ്റെ ആദ്യ ഭാഗത്ത് ആ ഒരു വളഞ്ഞ രീതിയിൽ വരുന്ന ഈ ഒരു ഫിനിഷിങ്ങൊക്കെ ക്രോം ഫിനിഷിങ് ലൈൻസൊക്കെ വളരെ നന്നായിട്ടുണ്ട്. നല്ല സ്റ്റൈലിഷ് ഇൻറ്റീരിയറാണ്. കാരൻസിനെ കുറിച്ച് ആളുകൾക്ക് എപ്പോഴും മതിപ്പുണ്ടാകുന്നത് ഇൻറ്റീരിയറിലാണ്. നല്ല സ്റ്റൈലിഷാണ്. ഒരു ടിപ്പിക്കൽ ജപ്പാനീസ് ഒരു കാർ ഫോർവേഡ്, അതായത് ഒരുപാട് മാക്സിമം ഇൻറ്റീരിയർ സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇൻറ്റീരിയറിങ്ങിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഡാഷ്ബോർഡൊക്കെ അടിച്ചു പരത്തി മുന്നോട്ട് അങ്ങോട്ട് വെച്ചിരിക്കുകയാണ്. നല്ല ആ ഒരു വളവ് നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട്. ആ ഒരു വളവ് നല്ലൊരു അട്രാക്റ്റീവ് ആണ്. പിയാനോ ബ്ലാക്കിൻ്റെയും അലുമിനിയം ഫിനിഷിങ്ങിൻ്റെയും അതുപോലെ തന്നെ പീച്ച് കളറിൻ്റെയൊക്കെ ഒരു സാഗരമാണ് ഇൻറ്റീരിയർ. പിയാനോ ബ്ലാക്കിൽ അതുപോലെ തന്നെ ഒരു കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു കപ്പ് ഹോൾഡർ ഉണ്ട്, സ്നാക്സ് ഒക്കെ ഇരുന്ന് കഴിക്കുക. ടച്ച് സ്ക്രീന് പെർഫെക്റ്റ്ലി ഇൻറ്റഗ്രേറ്റഡ് ആണ്. ആ ഒരു ഒരൽപ്പം ഉള്ളിലേക്ക് ഉള്ളതുകൊണ്ട് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന അങ്ങനത്തെ ബോറിംഗ് ഇൻഡിക്കേഷൻ ഒന്നുമില്ല. നല്ല രീതിയിൽ തന്നെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, അതുപോലെ കിയേൻ്റെ സ്വന്തം കണക്ഷൻ ആയിട്ടുള്ള UV കണക്ടിവിറ്റി അതൊക്കെ പറയുന്നതിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. UV കണക്ടിവിറ്റി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. AC വെൻറ്റുകളൊക്കെ പിന്നെ ഇങ്ങനെ ഒളിച്ചു വെച്ചിരിക്കുകയാണ്, പെട്ടെന്നൊന്നും കാണില്ല. വണ്ടിയുടെ ചെറിയ രീതിയിലുള്ള വലിയൊരു ആകർഷണമാണ് അത്. പെട്ടെന്ന് അങ്ങനെ കാണുന്ന ഒരു ബോറിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല. ഇതിൻ്റെ ടോഗിൾ സ്വിച്ചാണ് AC വരുന്നത്. പിന്നെ ഇത് AC കൺട്രോൾ പാനലാണ്. ഇവിടെ സീറ്റ് വെരിഫിക്കേഷൻ സ്വിച്ചുകൾ വരുന്നുണ്ട്. താഴെ ക്യാമറ, ഡ്രൈവ് മോഡ് സ്വിച്ചുകൾ ഇതൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് ഫോണിൻ്റെ വയർലെസ് ചാർജിങ് പാഡാണ്. പിന്നെ മനോഹരമായ ഒരു ഗിയർ ലിവർ ഉണ്ട്. ഇതൊരു മിനി സ്റ്റോറേജ് ഏരിയക്കുള്ള അതിനുള്ള എയർ ചില്ലിങ്ങിനുള്ള സ്വിച്ചാണ്.
ആംറസ്റ്ററിന് താഴെ ഒരു ട്രേ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ അടിയിൽ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്റ്റോറേജ് ഏരിയ വരുന്നുണ്ട്. സീറ്റിംഗ് ഒക്കെ ഗംഭീരമായ കുഷനിങ് ആണ്. നമ്മൾ വെന്റിലേഷൻ സൂചിപ്പിച്ചതല്ലേ, ആ ഒരു ബ്ലാക്ക് ഫിനിഷിംഗ് ഒക്കെ നന്നായിട്ടുണ്ട്. 64ഓളം കളേഴ്സ് ഉള്ള ആംബിയൻ ലൈറ്റിംഗ് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ ഇപ്പോൾ പകലായതുകൊണ്ട് കാണിക്കാൻ കൃത്യമായിട്ട് കഴിയില്ല. 64ഓളം കളേഴ്സിലുള്ള ആംബിയൻ ലൈറ്റിംഗ് വണ്ടിയിൽ വരുന്നുണ്ട്. സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോൾ ഒരു ടിപ്പിക്കൽ കിയ സ്റ്റിയറിംഗ് വീൽ തന്നെയാണ്. ഇവിടെ വോളിയം കൺട്രോൾ ഉണ്ട്, വോയിസ് കൺട്രോൾ ഉണ്ട്, പിന്നെ കാരൻ്റെ ബാഡ്ജിങ് ഉണ്ട്. മീറ്ററിൽ കാണുന്ന ഒട്ടുമിക്ക സാധനങ്ങളൊക്കെ നമുക്കിവിടെ സ്റ്റിയറിംഗ് വീലിൽ തന്നെ കൺട്രോൾ ചെയ്യാം. ടച്ച് സ്ക്രീനോട് കിടപിടിക്കുന്ന വലുപ്പത്തിലുള്ള, അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ഒരു മീറ്റർ ബോർഡ് തന്നെയാണ് വരുന്നത്. പിന്നെ അങ്ങനെ ഇവിടെ ഒരു കോയിൻ സ്പേസ് വരുന്നുണ്ട്. അതിന് താഴെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് വരുന്നുണ്ട്. ഇത് കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്ന് പറയാം. പിന്നെ സൺറൂഫ്, ഇതൊരു പാനോറമിക് സൺറൂഫ് അല്ല, ഫ്രണ്ട് ഭാഗത്ത് മാത്രമുള്ള ഒരു ഫ്രണ്ട് സൺറൂഫ് ആണ്. ഇത് മാനുവലായിട്ട് നമുക്ക് ഇങ്ങനെ നീക്കാം, പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യുകയും ചെയ്യാം. ഇവിടെ സ്മാർട്ട് പ്യൂർ എയർ സിസ്റ്റം കാണാം, എയർ പ്യൂരിഫൈൻ്റെ സെറ്റിങ്സ് ഒക്കെ. ലെഫ്റ്റ് സൈഡിൽ ബാക്കിലായിട്ട് ഇവിടെ ഒരു പാർസൽ ട്രേ വരുന്നുണ്ട്. പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള ബാക്കിലേക്ക് ഇങ്ങനെ AC ഫാനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു അഡ്ജസ്റ്റിംഗ് സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ ചാർജിങ് പോയിന്റ് വരുന്നുണ്ട്. പിന്നെ വലിയൊരു പോക്കറ്റ് വരുന്നുണ്ട്. ലെഗ് റൂമൊക്കെ നല്ല സ്പേഷ്യസ് ആണ്. ഡോർ പാഡിൽ ഇഷ്ടംപോലെ ടെക്സ്ചർ ഫിനിഷിങ്ങുകൾ വരുന്നുണ്ട്. 2 വാട്ടർ ബോട്ടിൽ സ്പേസുകളും പിന്നെ ബോസിന്റെ സൗണ്ട് സിസ്റ്റം ഉണ്ട്. തേർഡ് സീറ്റിങ്ങിലുള്ള ലെഗ് റൂം അത്ര സുഖകരമല്ല, മറ്റുള്ള വാഹനങ്ങൾ പോലെ തന്നെ. മുതിർന്ന ഒരു 3 ആളുകളോ 2 പേരോ ബാക്കിലിരിക്കുമ്പോൾ, പിന്നിലിരിക്കുമ്പോൾ, ഏറ്റവും പിന്നിൽ തേർഡ് സീറ്റിൽ ഇരിക്കുമ്പോൾ അത് അത്ര സുഖകരം ആയിക്കൊള്ളണമെന്നില്ല. എന്നാലും ആ ഒരു തൈ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. വിസിബിലിറ്റി എടുത്ത് പറയേണ്ടതാണ്. ആ ഒരു വൈഡ് ഗ്ലാസ് ഏരിയ നന്നായിട്ട് കാണാൻ പറ്റുന്ന വിൻഡോ ലൈൻസ് ഒക്കെ നല്ല താന്നിട്ടാണ്. അപ്പോൾ പൂർണ്ണമായിട്ട് ഒരു MPV എന്ന് പറയാൻ ഞാൻ ആദ്യം സൂചിപ്പിച്ചു, പറയാൻ കഴിയില്ല. എന്നാൽ XUVയുടെ ഒരു രൂപമൊക്കെ ഉണ്ട്. അതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങൾ നോക്കുമ്പോൾ ഒരു XUV ടൈപ്പ് ആണ്. രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു വണ്ടിയാണ്. സേഫ്റ്റി വൈസിൽ 6 എയർ ബാഗ്സ്, ABS, ESC, HIS, VSM, DBC എന്ന് പറയുമ്പോൾ ഡൗൺ ഹിൽ ബൈക്ക് കൺട്രോള്, പിന്നെ ആൾ വീൽ ഡിസ്ക് ബ്രേക്ക്, റിയർ പാർക്കിംഗ് സെൻസേഴ്സ്, റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇന്റീരിയർ സ്പേസും എഞ്ചിനും പിന്നെ ട്രാൻസ്മിഷൻസും ഒക്കെ നല്ല അട്രാക്റ്റബിൾ ആണ്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നോവ കാരൻസിന്റെ വിശേഷങ്ങൾ. ഫോക്കസ് മോട്ടോഴ്സിന്റെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.